ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +2 ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ പ്രമേയമായിട്ടുള്ള രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ എന്നുള്ള പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ തീം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മഗധ എന്ന രാജ്യം, അതിൻ്റെ ഉയർച്ചയ്ക്കും അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസുമാണ് ഈ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത്. കിങ് അശോക, അദ്ദേഹത്തിൻ്റെ ദമ്മ. ഓക്കെ, നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചോദ്യം. മഗധ എന്ന ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കുമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മഗധയിൽ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണ് ഉണ്ടായിരുന്നു. സമ്പൽ സമൃദ്ധമായിട്ടുള്ള കൃഷിയുടെ വളർച്ചയ്ക്ക്, കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഈ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് സഹായിച്ചു. ഇത് സർപ്ലസ്, അതായത് പ്രൊഡക്ഷൻ സർപ്ലസ് ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നാഗരികമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് ഇത് വഴിവെച്ചു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഇരുമ്പ് ഖനികൾ സ്വന്തമായുള്ളത് കൊണ്ട് ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളും ധാരാളമായി നിർമ്മിക്കുന്നതിന് സഹായകമായി. അതുപോലെ തന്നെ മഗധയിലെ വനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആനകളെ ഉപയോഗിച്ച് സൈന്യത്തെ ശക്തി വർദ്ധിപ്പിച്ചു. ഗംഗയും അതുപോലെ തന്നെ അതിൻ്റെ മറ്റുള്ള പോഷക നദികളും യാത്രാ സൗകര്യത്തിനും ചരക്ക് നീക്കത്തിനും സഹായകമായി. അഞ്ചാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മഗധയുടെ തലസ്ഥാനമായിട്ടുള്ള രാജഗൃഹവും പാടലിപുത്രവും തന്ത്രപ്രധാനപരമായിട്ടുള്ള ഭൂപ്രദേശമായിരുന്നു. ഇത് രാജ്യസുരക്ഷ ഉണ്ടെങ്കിൽ, ഒരു സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് വളർച്ച ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ രാജഗൃഹവും പാടലിപുത്രവും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലാൻഡായിരുന്നു, ഭൂപ്രദേശമായിരുന്നു. ഇത് രാജ്യസുരക്ഷയ്ക്ക് വലിയ സഹായകമായിരുന്നു. ഇനി ഈ തീമിൽ ചോദിക്കുന്ന മറ്റൊന്നാണ് അശോക ചക്രവർത്തിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധർമ്മനയത്തെക്കുറിച്ചാണ്. അശോകൻ്റെ ധർമ്മനയം, അത് അശോകധമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊരു മതവിശ്വാസമോ അനുഷ്ഠാനമോ അല്ല, മറിച്ചൊരു ജീവിതചര്യയാണ്, വേ ഓഫ് ലൈഫാണ്. സഹിഷ്ണുത, അഹിംസ, പ്രജാക്ഷേമം എന്നിവയാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഇതിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, മാതാപിതാക്കൾ, അധ്യാപകർ, മുതിർന്നവർ എന്നിവരെ ബഹുമാനിക്കുക, ബ്രാഹ്മണരോടും തപസ്സികളോടും അഗതികളോടും ദയ കാണിക്കുക, അടിമകളോടും പരിചാരകരോടും ദയോടെ പെരുമാറുക, മറ്റുള്ളവരുടെ മതത്തിനെ ആദരവ് കാണിക്കുക, ജീവനുള്ള ഒന്നിനെയും കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യരുത്. ഇത് അശോകൻ്റെ ധർമ്മനയം എന്തൊക്കെയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഇനി അടുത്ത് മൗര്യന്മാരുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ഭരണ സമ്പ്രദായം. ഇതിനെക്കുറിച്ചുള്ള സ്രോതസ്സ് നമുക്ക് കിട്ടുന്നത് കൗടില്യയുടെ അർത്ഥശാസ്ത്രം എന്നുള്ള ബുക്ക് എഴുതിയിട്ടുള്ളത് കൗടില്യാണ്. ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചെയ്യും. അതുപോലെ തന്നെ മെഗസ്തനീസിൻ്റെ ഇന്ത്യക്ക എഴുതിയിട്ടുള്ളത് മെഗസ്തനീസാണ്. വിശാഖദത്തിൻ്റെ മുദ്രരാക്ഷസം, ബുദ്ധ-ജൈന ഗ്രന്ഥങ്ങൾ, നാണയങ്ങൾ, ലിഖിതങ്ങൾ, ശില്പങ്ങൾ, ഇതിൽ നിന്നാണ് മൗര്യന്മാരുടെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ ഒരു കേന്ദ്രീകൃത ഭരണമായിരുന്നു മൗര്യന്മാരുണ്ടായിരുന്നത്. രാജാവായിരുന്നു പരമാധികാരി. ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും അവസാന വാക്ക് രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിപരിഷത്ത് എന്ന പേരിൽ ഉപദേശക സമിതി, മന്ത്രിപരിഷത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ശക്തമായ ഒരു ഉദ്യോഗസ്ഥ സംവിധാനം, സിവിൽ സർവീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മികച്ച ചാരസമ്പ്രദായം നിലവിലുണ്ടായിരുന്നു എന്നാണ്. രാജാവിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. പ്രാദേശിക ഭരണം ആണ് പ്രവിശ്യാഭരണം. പ്രാദേശിക ഭരണം രാജ്യത്തെ ആദ്യം 4 പ്രവിശ്യകളായി വിഭജിച്ചു. ഒരു വൈസ്രോയുടെയോ അതുപോലെ തന്നെ ഗവർണറുടെയോ ഭരണത്തിന് കീഴിലാക്കി. ഈ 4 വൈസ്രോയിമാരുടെയോ അല്ലെങ്കിൽ ഗവർണറുടെ പ്രവിശ്യകളെ ജില്ലകളായി തരംതിരിച്ചു. ജില്ലാ തലവന് സ്ഥാനിക, ഇത് വൺവേഡ് ചോദിക്കലിൻ്റെ എന്താണ് സ്ഥാനിക. ഏറ്റവും ചെറിയ ഭരണഘടകം ഗ്രാമമായിരുന്നു. തലവൻ സ്ഥാനിക, ഗ്രാമിക. നഗരഭരണം നിർവഹിച്ചിരുന്നത് കൗൺസിലർമാരായിരുന്നു. സൈന്യത്തിന് 6 വിഭാഗങ്ങളുണ്ടായിരുന്നു. സൈന്യത്തെ ഏകോപിപ്പിക്കാൻ 6 ഉപസമിതികളുണ്ടായിരുന്നു. ജുഡീഷ്യറി പറയുകയാണെങ്കിൽ നീതിന്യായ വിഷയം കൈകാര്യം ചെയ്യാൻ ഔദ്യോഗിക കോടതികൾ സ്ഥാപിക്കപ്പെട്ടു. വധശിക്ഷ നിലനിന്നിരുന്നു. പരമാധികാരി രാജാവ് തന്നെയായിരുന്നു എന്നുള്ള
ദെൻ ഇതിൽ പറയുന്ന പ്രയാഗ പ്രശസ്തിയാണ്. ഓരോ സ്തംഭങ്ങളും അതുപോലെ തന്നെ ഓരോ നിർമ്മിതികളെക്കുറിച്ചാണ് പറയുന്നത്. സമുദ്രഗുപ്തൻ്റെ കാലത്തെ പ്രയാഗ പ്രശസ്തി അലഹബാദ് സ്തംഭലിഖിതം എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്ന് നിർമ്മിക്കുകയാണ് പ്രയാഗ പ്രശസ്തി. കവിയായ ഹരിസേനനാണ് ഇത് രചിച്ചു വിട്ടുള്ളത്. ദെൻ സമുദ്രഗുപ്തൻ്റെ ഭരണ സൈനിക നേട്ടത്തെക്കുറിച്ചാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രതിപാദിക്കുന്നത്. എപ്പിഗ്രാഫി എന്നുള്ളത്. ദെൻ വാട്ട് ഈസ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത് ലിഖിതങ്ങളെക്കുറിച്ച് ഉള്ള പഠനത്തെയാണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. നാണയങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ന്യൂമിസ്മാറ്റിക്കാണ്. ആദ്യമായി സ്വർണ്ണ നാണയം ഇറക്കിയത് കുഷാനന്മാരാണ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പേരുകളും ചിത്രങ്ങളും പതിപ്പിച്ച നാണയങ്ങൾ ആദ്യമായി ഇറക്കിയിട്ടുള്ളത് ഇന്തോ ഗ്രീക്കന്മാരാണ്. ദെൻ ഇൻസ്ക്രിപ്റ്റുകൾ പറയുകയാണെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ മങ്ങിയ നിലയിലാണ് ഉള്ളത്. അക്ഷരങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പല ലിഖിതങ്ങളും വായിക്കാനോ വിവർത്തനം ചെയ്യാനോ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ശരിയായ അർത്ഥം സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ഇത് പ്രയാസമാണ് എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.